ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിറ്റിലൊരു റെപ്പോസിറ്ററി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതിലേക്കൊരു റെപ്പോസിറ്ററിയിലുള്ള ഫയൽസ് എങ്ങനെ ഒരു ഫയൽ ആഡ് ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ കമ്മിറ്റ് മെസ്സേജ് എങ്ങനെ കമ്മിറ്റ് ചെയ്യുക അതെങ്ങനെ ഗിറ്റിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ളതും അതെങ്ങനെ പുൾ റിക്വസ്റ്റ് ഇട്ടിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയൽ പുൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബ്രാഞ്ച് എന്നുള്ളത്, എന്തിനാണ് ബ്രാഞ്ചിങ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗിറ്റിലെ ബ്രാഞ്ചസ് എല്ലാം കാണാൻ വേണ്ടി നമുക്കിവിടെ ബ്രാഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മെയിൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും ഡിഫാൾട്ടായിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് മെയിൻ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ബ്രാഞ്ചസ് എടുത്താലും നമുക്ക് ഡിഫാൾട്ടായിട്ടുള്ള ബ്രാഞ്ച് മെയിൻ എന്നുള്ളൊരു ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെന്താണ് ഈ ബ്രാഞ്ച്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ബ്രാഞ്ചിങ് എന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഞാനൊരു ടീമിൻ്റെ ലീഡാണെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ അണ്ടറിൽ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു വർക്ക് അസൈൻ ചെയ്യണം. എൻ്റെ അണ്ടറിൽ വേറൊരാളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് വേറൊരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഒന്നാമത്തെ ആളുടെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം എൻ്റെ മെയിൻ കോഡുമായിട്ട് അയാൾ മീൻസ് ആ ഒരു അയാൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത സംഭവം എൻ്റെ കോഡുമായിട്ട് സിങ്ക് ആക്കണം. അതായത് രണ്ടും സിങ്ക് ആക്കണം. അപ്പോൾ പുതിയ ചേഞ്ച് ചെയ്തുള്ള പുതിയ ഫംഗ്ഷനാലിറ്റി എൻ്റെ മെയിൻ കോഡിലേക്ക് വരും. അടുത്ത ആൾ ചേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ ആ ഒരു ചേഞ്ചും എൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള ഈ ഒരു മെയിൻ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ അതിനകത്തുള്ള കോഡിലേക്ക് സിങ്ക് ആക്കി എടുക്കണം. അപ്പോൾ ഇത് രണ്ട് പേർക്ക് പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനും അത് അങ്ങനെയുള്ള പ്രോപ്പർലി ഒരു പാത്ത് കിട്ടാനും അത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ, നമുക്കിവിടെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ടെർമിനൽ വഴിയും ക്രിയേറ്റ് ചെയ്യാം, ഒന്നിവിടെ നമ്മുടെ GUI വഴിച്ചിട്ടും അതായത് ഗിറ്റബിൽ വന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ GUI വെച്ചിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. രണ്ടാമതായിട്ട് ഞാൻ അല്ലാണ്ട് പോയിട്ട് ഗിറ്റബിൽ വഴിയും ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ ജസ്റ്റ് ന്യൂ ബ്രാഞ്ച് കൊടുക്കുക. ന്യൂ ബ്രാഞ്ചിനകത്ത് ഒരു ബ്രാഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് വേറൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്നുകൊണ്ട് തന്നെ യൂസർ 1 എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ ഒന്നാമത്തെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് എൻ്റെ അണ്ടറിൽ ഒരു ഒരാളുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ യൂസർ 1നെ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് കൊടുത്താൽ ഇപ്പോൾ ഇതിനകത്ത് യൂസർ 1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഗിറ്റ് എടുക്കുന്നു. ഇതെടുത്താൽ യൂസർ 1 മെയിനും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ബ്രാഞ്ചസ് ഇനി എടുത്താൽ എന്താണ്, ഒരു യൂസർ 1 എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും ഡിഫാൾട്ട് ബ്രാഞ്ചായിട്ട് മെയിനും ഒരു ബ്രാഞ്ചസിനകത്ത് യൂസർ 1 ആയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ബ്രാഞ്ചാണ് നിലവിലുള്ളത്. ഗിറ്റ് ട്യൂട്ടോറിയൽ എടുത്താലും കാണാൻ പറ്റും നമുക്ക് രണ്ട് ബ്രാഞ്ച് നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ലോക്കൽ ഈ റെപ്പോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഗിറ്റ് പുള്ള് എന്ന് പറയുന്നത് നമ്മുടെ ഗിറ്റബിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ചേഞ്ചസ് നമുക്ക് നോർമൽ ലോക്കലിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റമാണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിറ്റബാണ്. ഗിറ്റബ് എന്ന് പറയുന്നത് ഒറിജിനും ലോക്കലി ഉള്ളത് ലോക്കലായിട്ടും. അതായത് നമ്മുടെ ഗിറ്റബിലുള്ളത് ഒറിജിൻ, അതായത് നമ്മുടെ ഈ ഒരു ബ്രാഞ്ചസിൽ മെയിൻ യൂസർ 1 മെയിൻ എന്നുള്ളതും യൂസർ 1 എന്നുള്ളതും ഒറിജിനാണ്. അതായത് ഗിറ്റബിൻ്റെ മെയിനായിട്ടുള്ള ബ്രാഞ്ചസാണ് ഒറിജിൻ. നമ്മൾ ഈ ഒരു പുൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു കോപ്പിയാണ് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ ഗിറ്റ് ബ്രാഞ്ച് അടിച്ചാൽ നമുക്ക് എന്തുണ്ട്, ഈ ഒരു മെയിൻ ബ്രാഞ്ച് മാത്രമാണുള്ളത്. പക്ഷേ നമുക്കിവിടെ മറ്റേ ബ്രാഞ്ചിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ബ്രാഞ്ചിലേക്ക് ചെക്ക് ഔട്ട് ചെയ്യാണ്. അതായത് നമുക്ക് ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ഔട്ട് എന്ന് പറയുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ചെക്ക് ഔട്ട് യൂസർ 2 എന്ന് പറഞ്ഞാൽ എൻ്റർ അടിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ, അതായത് പാത്ത് സ്പെസിഫിക് യൂസർ ഡിഡ് നോട്ട് മാച്ച്, അതായത് പാത്ത് യൂസർ 2 എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നിലവിലില്ല. ഓക്കെ, പക്ഷേ ഞാനിവിടെ ഗിറ്റ് ചെക്കൗട്ട് യൂസർ 1 എന്ന് പറഞ്ഞാൽ എൻ്റർ കൊടുത്താൽ എന്ത് പറ്റും, നമുക്കിവിടെ യൂസർ 1 സ്വിച്ച്ഡ് ടു ന്യൂ ബ്രാഞ്ച് യൂസർ 1 എന്ന് കാണും. അതായത് നമ്മളിവിടെ യൂസർ 1 ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ആക്കിയിട്ടുള്ള ബ്രാഞ്ചിലങ്ങ് ഇവിടെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു മൂലയ്ക്ക് കാണാൻ പറ്റും, ഈ രണ്ടത്ത് നോക്കിയാൽ പറ്റും യൂസർ 1 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതായത് നമുക്കിവിടെ മെയിൻ ബ്രാഞ്ച് ആണുള്ളത്, യൂസർ 1 എന്ന് പറഞ്ഞ ബ്രാഞ്ചും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഒരു ബ്രാഞ്ചുകളെ ബ്രാഞ്ചസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ യൂസർ 1 എന്ന് പറഞ്ഞ എൻ്റെ ഒരു എംപ്ലോയിക്ക് ഞാൻ എന്ത് പറയുകയാണ്, അയാളോട് ഞാനിവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഫസ്റ്റ് ഫയലും സെക്കൻഡ് ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അയാളോട് പറയുകയാണ് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു തേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് തേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് എന്നോട് പറയുകയാണ്. ഞാൻ മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ ഓണറാണ്. ഓക്കെ, താഴെയുള്ള ആളെന്ന് പറഞ്ഞാൽ യൂസർ 1 ആണ്. അപ്പോൾ ഞാൻ അയാളോട് പറയുന്നു, അയാൾ 3 സ്റ്റെപ്പ് ചെയ്യണം. ഒന്നാമത് എന്ത് ചെയ്യണം, അയാൾ ക്രിയേറ്റ് ചെയ്യണം, അതിനകത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് മോഡിഫൈ ചെയ്യണം, പിന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്പ് അയാൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് എന്നാൽ മാത്രമാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ നോക്കാം അയാൾ എന്ത് ചെയ്യണം, അയാൾ യൂസർ 1 ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ടച്ച് തേർഡ് ഫയൽ
ഒരു തേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് തേർഡ് ഫയൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, തേർഡ് ഫയൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുത്തിട്ട് ഇത് ഗിറ്റിലേക്ക് പുഷ് ചെയ്യാണ്. ജസ്റ്റ് എന്ത് ചെയ്യണം, ഗിറ്റ് ആഡ് ഡോട്ട് ഗിറ്റ് കമ്മിറ്റ് മൈനസ് ഡബിൾ കോട്ട്സിൽ തേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഗിറ്റ് പുഷ് കൊടുക്കുക. ഇത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക, ഇതെല്ലാം പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് യൂസർ 1 പുഷ് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു മെസ്സേജ് ഞങ്ങൾ വിട്ടേക്കത് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ ഞാൻ പറയാം. ഇവിടെ ബ്രാഞ്ച് നോക്കുമ്പോഴത്തേക്ക് യൂസർ 1 എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഉണ്ട്. നമുക്കിവിടെ മെയിനിൽ നോക്കുമ്പോഴത്തേക്ക് ഫയൽ 1 മീൻസ് ഫസ്റ്റ് ഫയൽ സെക്കൻഡ് ഫയൽ മാത്രമാണുള്ളത്. യൂസർ 1 എന്നുള്ളതിന് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തേർഡ് ഫയലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ബ്രാഞ്ചിലും സെപ്പറേറ്റ് കോഡുകളായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ അയാൾക്കൊരു വർക്ക് ചെയ്യിപ്പിച്ചു, അയാൾ എന്തൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളതെന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റും. അയാൾ പുതിയ മീൻസ് ഈ ഒരു ബ്രാഞ്ച് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇതിനകത്ത് എടുത്താൽ ഇവിടെ ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു, ഞാൻ 2 ഫയൽ മോഡിഫൈ ചെയ്തു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു, സെക്കൻഡ് ഫയൽ മോഡിഫൈ ചെയ്തു. ഇത് മെയിനാണ്. ഓക്കെ, യൂസർ 1 എടുത്താൽ യൂസർ 1-നകത്ത് തേർഡ് ഫയലുകൾ ക്രിയേറ്റും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അയാൾ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യണം, അയാളത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മെയിനിലേക്ക് അയാളുടെ കോഡോടെ കൊണ്ടുവരണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ എന്നിട്ട് തേർഡ് ഫയൽ മോഡിഫൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ തേർഡ് ഫയൽ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഫയൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള, അതായത് യൂസർ 1-ന് അസൈൻ ചെയ്തിട്ടുള്ള വർക്കിൽ അയാൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ് -1 ഡബിൾ കോട്ട്സിൽ എപ്പോഴും സ്മാൾ ലെറ്റർ നമുക്ക് കീപ്പ് ചെയ്യാം മെസ്സേജിന്. എന്നിട്ട് എൻ്റെ തേർഡ് ഫയൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഞാൻ എൻ്റെ തേർഡ് ഫയൽ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഗിറ്റിൽ പുഷ് ചെയ്യാണ്. ഞാൻ ഗിറ്റിൽ പുഷ് ചെയ്തു. ഗിറ്റിൽ പുഷ് ചെയ്യപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്കിവിടെ ഗിറ്റപ്പ് എടുത്താൽ അതിനകത്ത് അയാളുടെ യൂസർ 1 എന്ന് പറഞ്ഞ ബ്രാഞ്ച് എടുത്താൽ അത് കാണാൻ പറ്റും. തേർഡ് ഫയൽ അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ഫയലിൽ ഉള്ള ചേഞ്ചസ്, തേർഡ് ഫയലുള്ളതല്ല, യൂസർ 1 എന്ന് പറഞ്ഞാൽ അയാൾ കംപ്ലീറ്റ് ചെയ്ത ചേഞ്ച് എനിക്കെങ്ങനെ എൻ്റെ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. കൊണ്ടുവരാൻ പറ്റും. അത് 2 രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഒന്നാമത് നമ്മളിപ്പോൾ ഒരു 2 രീതി പറഞ്ഞത് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. ഒന്ന് നമ്മൾ UI വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഈ ടെർമിനൽ വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ബ്രാഞ്ചിലേക്ക് 2 രീതിയിൽ 2 ബ്രാഞ്ചുകൾ തമ്മിൽ സിങ്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ കമ്പയർ ആൻഡ് പുൾ എന്ന് പറയുന്നത് കണ്ടോ, നമുക്ക് പുൾ റിക്വസ്റ്റ് വഴി കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് യൂസർ 1-ൽ ഇത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട്, നമുക്ക് പുൾ ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് കമ്പയർ ആൻഡ് പുൾ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഏതൊക്കെ തമ്മിലാണ് സിങ്ക് ചെയ്യേണ്ടതെന്ന് നോക്കുക. എനിക്കിവിടെ മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് യൂസർ 1 എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ് സിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഏബിൾ ടു മെർജാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കോൺഫ്ലിക്റ്റുകളൊന്നുമില്ല. കോൺഫ്ലിക്റ്റ് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ പറയാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അയാൾ ചേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്നാമത് തേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേർഡ് ഫയൽ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വർക്കുകൾ അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് അയാളുടെ കൂടുതൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് എ പുൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. അയാൾ യൂസർ 1 ആണ് പുൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. നോക്കുമ്പോഴത്തേക്ക് യൂസർ 1 എന്തൊക്കെ ഫയലാണ് മോഡിഫൈ ചെയ്തതെന്നുള്ളത് മെയിൻ എന്ന് പറയുന്നത് എനിക്ക് കയറി നോക്കാൻ പറ്റും. ഫയൽ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ എടുത്താൽ അതായത് തേർഡ് ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നോക്കുമ്പോഴത്തേക്ക് അത് ഓക്കെയാണ്, പുള്ളി അത് ചെയ്തതെല്ലാം പ്രോപ്പറാണ്. അപ്പോൾ യൂസർ 1 എന്ന് പറഞ്ഞ ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെർജ് ചെയ്ത് കൊടുക്കുന്നു. അതായത് 2 ബ്രാഞ്ച് തമ്മിൽ മെർജ് ചെയ്യുന്നു. അപ്പോൾ മെർജ് പുൾ റിക്വസ്റ്റ് കൊടുത്താൽ അത് കൺഫേം കൊടുത്താൽ അയാളുടെ ചേഞ്ച് ചെയ്തിട്ടുള്ള കോഡെല്ലാം എനിക്ക് എന്ത് പറ്റും, എൻ്റെ കോഡിലേക്ക് വരും. അതായത് എൻ്റെ മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്ക് വരും. അപ്പോൾ ഞാനിവിടെ മെയിൻ ബ്രാഞ്ച് എടുത്ത് നോക്കിയാൽ തേർഡ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. അതായത് അയാൾ ചെയ്ത വർക്കെല്ലാം എൻ്റെ മെയിൻ കോഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോഡിന് ഇഷ്യൂസ് ഒന്നുമില്ല, അയാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലോഗ് എടുത്ത് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും, അയാൾ ചെയ്തിട്ടുള്ള എല്ലാ ചേഞ്ചസും ഇവിടെ വരും. അതായത് തേർഡ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്തു, അയാൾ കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് അത് എൻ്റെ കോഡുമായിട്ട് മെർജ് ചെയ്തു. മീൻസ് എൻ്റെ മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചുമായിട്ട് മെർജ് ചെയ്തു എന്നുള്ളതും അയാൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 2 ബ്രാഞ്ചുകൾ തമ്മിൽ മെർജ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ ചെയ്ത കോഡ് അയാൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, തിരിച്ച് പുൾ റിക്വസ്റ്റ് ഇടാം. അതുപോലെ തന്നെ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഗിറ്റ് ചെക്കൗട്ട് മെയിനിലേക്ക് പോവാണ്, മെയിൻ ചെക്കൗട്ട് ചെയ്തിട്ട് പുൾ ചെയ്യാണ്. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പുൾ റിക്വസ്റ്റ് ഇട്ടിട്ട് ഇവിടെ പുൾ റിക്വസ്റ്റ് ഇട്ടിട്ട് 2 കോഡ് നമ്മൾ സിങ്ക് ചെയ്ത് ഈ ഒരു ഗിറ്റപ്പിൽ.
അത് നമുക്ക് ഈ ലോക്കൽ ബ്രാഞ്ചിലേക്ക് വരട്ടെ. അതിനുവേണ്ടി ജസ്റ്റ് ഗിറ്റ് പുള്ള് കൊടുക്കുക. ഗിറ്റ് പുള്ള് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ തേർഡ് ഫയൽ ഇവിടെ മെയിൻ ബ്രാഞ്ചിൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളവിടെ ഗിറ്റബിലുള്ള ചേഞ്ചസ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. ലോക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പുള്ള് എന്ന് പറയുന്ന ഒരു ഗിറ്റ് പുള്ള് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കുന്നത്. അത് നിങ്ങൾ ഇതെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ കൊണ്ട് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ മെയിൻ ബ്രാഞ്ചിൽ വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മെർജ് ചെയ്ത് കാണിച്ചു. അതുപോലെ തന്നെ യൂസർ 1ന് ഈ മെയിനിലുള്ള ഫയൽ എങ്ങനെ സിങ്ക് ചെയ്യണം, അതായത് മെയിനിലുള്ള ഫയലിൽ യൂസർ 1നൂടെ വേണം. അതെങ്ങനെയാണ്, ജസ്റ്റ് ഏത് ബ്രാഞ്ചിലാണോ അയാൾക്ക് ഫയൽ വേണ്ടത്, മീൻസ് ആർക്കാണോ വേണ്ടത്. അപ്പോൾ എനിക്ക് യൂസർ 1ൻ്റെ ബ്രാഞ്ചിലേക്കാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഗിറ്റ് ചെക്കൗട്ട് യൂസർ 1 എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ പോവുക. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് തേർഡ് ഫയലുണ്ട്, സെക്കൻഡ് ഫയലുണ്ട്, ഫസ്റ്റ് ഫയലുണ്ട്. അപ്പോൾ ഇതെല്ലാം സിങ്ക് തന്നെയാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഗിറ്റ് മെർജ് മെയിൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തുള്ള ചേഞ്ചസ് ഇതിനകത്തോട്ട് വരും. അങ്ങനെയാണ് ആ ഒരു രണ്ടും തമ്മിൽ സിങ്ക് ചെയ്യുക. നമ്മളിവിടെ പുൾ റിക്വസ്റ്റ് ഇട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ മെർജ് എന്ന് പറയുന്ന ഗിറ്റ് മെർജ് എന്ന് പറയുന്ന ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഏത് ബ്രാഞ്ചിലേക്കാണോ മെർജ് ചെയ്യേണ്ടത് ആ ബ്രാഞ്ചിൽ നിൽക്കുക. യൂസർ 1ലാണ് നിൽക്കുക. അപ്പോൾ മെയിൻ ബ്രാഞ്ചിലുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടതെന്നുണ്ടെങ്കിൽ യൂസർ 1ൽ നിന്നുകൊണ്ട് മെയിൻ ബ്രാഞ്ച് മെർജ് ചെയ്യാം. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു ടെർമിനൽ വഴി. അപ്പോൾ എനിക്ക് യൂസർ 2 എന്ന് പറഞ്ഞ ഒരാളെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിലവിൽ യൂസർ 2 ഇല്ലല്ലോ. നമ്മളിവിടെ റീഫ്രഷ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മെയിനും യൂസർ 1 മാത്രമാണ് ഉള്ളത്. എനിക്കിവിടെ യൂസർ 2 എന്ന് പറഞ്ഞ ഒരാളെ ക്രിയേറ്റ് ചെയ്തിട്ട് അയാളെ ഗിറ്റിൻ്റെ ഈ ഒരു റെപ്പോയിലേക്ക് കൊണ്ടുപോകണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ട് യൂസർ 2 എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കൊടുത്തിട്ട് നെയിം കൊടുത്തിട്ട് എൻ്റർ അടിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ ഇവിടെ ഗിറ്റ് ബ്രാഞ്ച് എന്ന് അടിച്ചാൽ ബ്രാഞ്ചസ് എല്ലാം കാണാൻ പറ്റും. എൻ്റർ കൊടുത്താൽ മെയിൻ ഉണ്ട്, യൂസർ 1 യൂസർ 2 കൂടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ സ്റ്റാർ ഇട്ട് ഗ്രീൻ കളറിൽ കാണിക്കുക നമ്മൾ നിലവിൽ ഇപ്പോൾ യൂസർ 1ലാണ്, പക്ഷേ യൂസർ 2 ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെ നമുക്ക് യൂസർ 2ലേക്ക് പോകാം, അതിൻ്റെ കീവേഡാണ് ഗിറ്റ് ചെക്കൗട്ട് യൂസർ 2 എന്ന് പറയുക. ഓക്കെ, ആ ബ്രാഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗിറ്റ് ചെക്കൗട്ട് യൂസർ 2 കൊടുത്താൽ യൂസർ 2ലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഗിറ്റ് ബ്രാഞ്ച് അടിച്ചാൽ നമ്മൾ യൂസർ 2ലാണ് നിലവിലുള്ളത്. ഇവിടെ താഴെയും കാണാൻ പറ്റും യൂസർ 2ലാണ് നിലവിലുള്ളത്. പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ, ഇവിടെ കാണാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റിലേക്ക് അത് പുഷ് ചെയ്തിട്ടില്ല. ഇവിടെ മെയിനും യൂസർ 1 മാത്രമാണ് ഉള്ളത്. അത് ഗിറ്റിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗിറ്റ് പുഷ് കൊടുത്താൽ വർക്ക് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗിറ്റ് പുഷ് ഈ ഒരു ബ്രാഞ്ച് പുഷ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് മൊത്തം കൊടുക്കണം. അതായത് ഗിറ്റ് പുഷ് സെറ്റ് അപ്സ്ട്രീം ചെയ്യുകയാണ്, ഗിറ്റിലേക്ക് പുഷ് ചെയ്യുകയാണ്. ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റെപ്പോ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒറിജിൻ എന്ന് പറയുക. യൂസർ 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂസർ 2 ബ്രാഞ്ചാണ് പുഷ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെസ്സേജ് ഞാൻ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ എൻ്റർ കൊടുത്താൽ എന്ത് പറ്റും, ഈ ഒരു ബ്രാഞ്ച് ന്യൂ ബ്രാഞ്ചായിട്ട് എന്ത് പറ്റി ഈ ഒരു ഗിറ്റിലേക്ക് പുഷ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും യൂസർ 1ഉം 2ഉം മെയിനും എല്ലാം കാണാൻ. ഇവിടെ 3 ബ്രാഞ്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ യൂസർ 2ഉം 1ഉം മെയിനും എല്ലാം ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒറിജിൻ എന്താണെന്നുള്ള ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഗിറ്റ് റിമോട്ട് മൈനസ് വി കൊടുത്താൽ ഒറിജിൻ എന്താണെന്നുള്ള URL ഇവിടെ കിട്ടും. അതെന്താ വെച്ചാൽ ഈ ഒരു URL ആണ് ഇത് ഈ ഒരു റെപ്പോ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിവിടെ നമ്മൾ ഓൾറെഡി ക്ലോൺ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒറിജിൻ ബ്രാഞ്ച്, ഒറിജിൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗിറ്റബിലുള്ളതും, ഡിഫോൾട്ടായിട്ട് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോക്കലി ഉള്ള ബ്രാഞ്ചിനെയാണ് മെയിൻ എന്ന് പറയും. ഗിറ്റബിലുള്ളതിനെ ഒറിജിൻ മെയിൻ എന്നായിരിക്കും പറയുക. ഓക്കെ, അപ്പോൾ ഗിറ്റബിലെ ബ്രാഞ്ച് എല്ലാ കാര്യങ്ങളെ പറ്റി ഈ വക കാര്യങ്ങളാണ് ബ്രാഞ്ച് എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ ചെക്കൗട്ട് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് പുഷ് ചെയ്യുക, പുൾ ചെയ്യുക, ഈ വക കാര്യങ്ങളാണ് ഗിറ്റ് ബ്രാഞ്ചിലേക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളിലേക്കുള്ള ചെക്കൗട്ട് എന്താണെന്നുള്ളതും ബ്രാഞ്ച് എന്താണെന്നുള്ളതും ഒരു ജസ്റ്റ് മെർജ് ചെയ്യുക അല്ലെങ്കിൽ 2 ബ്രാഞ്ച് തമ്മിൽ എങ്ങനെ സിങ്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ ഡൗട്ട്സുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ബൈ.